ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ നമ്മുടെ മാസങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പുണ്യം നിറഞ്ഞ മാസം, ഏറ്റവും നല്ല മാസമാണ് നമ്മളെ വൈശാഖ മാസം. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെ വൈകുണ്ഠനാഥൻ, അതായത് നമ്മളെ മഹാവിഷ്ണു ലക്ഷ്മീ സമേതനായി ഭൂമിയിൽ വസിക്കുന്ന കാലമാണ്. നമ്മൾ ഓരോരുത്തരുടെയും കൂടെ വസിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, നമ്മളെ വീടുകളിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനം, ആ മാസങ്ങളിൽ നമ്മളെ വീടൊക്കെ വൃത്തിയും ശുദ്ധിയും അത്രയും നമ്മൾ എങ്ങനെ ഒരു അമ്പലം പോലെ നമ്മളെ വീട് ആ സമയങ്ങളിൽ നമ്മൾ കൊണ്ടു നടക്കണം. കാരണം വൈകുണ്ഠനാഥൻ നമ്മളുടെ കൂടെയുള്ള സമയമാണ്, മനസ്സിലായില്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ, നമ്മളുടെ എല്ലാവരുടെയും കൂടെ അദ്ദേഹം കഴിയണ സമയമാണ്, ലക്ഷ്മി സമേതനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാണ് കേട്ടോ. അപ്പം നമ്മളും ആ മാസങ്ങളിൽ ഒരുപാട് സന്തോഷവാന്മാരായി ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില ചെടികൾ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ പുണ്യാണെന്ന് പറഞ്ഞാൽ ഭഗവാനും ദേവിക്കും ഇഷ്ടപ്പെട്ട ചെടികളാണത്. ആ ചെടികൾ നമ്മളെ വീട്ടിൽ വളരും തോറും നമ്മൾക്കും തന്നെ പുണ്യവും അതുപോലെ സമ്പൽ സമൃദ്ധിയും വെച്ചടി കയറ്റമായിരിക്കും. അതിപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ ചെടികളാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളെ വൈശാഖ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചില ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ അറിയാലോ, ലക്ഷ്മി ദേവി തന്നെയാണ് ചില ചെടികൾ. ആ ചെടികൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ചെടികൾ എവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് വെക്കേണ്ട ദിശകളിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് നട്ട് നനച്ച്, മേടമാസം കൂടിയാണ്, മഴ കുറവാണ് എങ്കിലും ദിവസേന അതിന് വെള്ളമൊക്കെ പറന്ന് അതിനെ പരിപാലിച്ച് ഓരോ ദിവസവും അതിങ്ങനെ കിളിർത്ത് വരും, മനസ്സിലായല്ലോ? അതോടുകൂടി നമ്മളെ വീട്ടിലത്തെ ദാരിദ്ര്യം പടിയിറങ്ങിപ്പോകും, മനസ്സിലായോ? ഈ ചെടികൾ ഇങ്ങനെ വളരും തോറും നമ്മളെ വീടിന് അഭിവൃദ്ധി തന്നെയാണ് മക്കളെ. അപ്പോൾ നമ്മൾ ഈ മാസങ്ങളിൽ തന്നെ ചെയ്യണം കേട്ടോ, അടുത്ത മാസത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മൾ ഈ മാസത്തിൻ്റെ ഉള്ളിൽ 16-ാം തീയതി മുന്നേ ഇട്ട് നിങ്ങൾ ചില ചെടികളൊക്കെ നട്ട് നനയ്ക്കണം. ആ ചെടികൾ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായി പ്രധാനപ്പെട്ടത് നമ്മളെ നെല്ലിമരം തന്നെയാണ്. അത് നമ്മളുടെ വീടിൻ്റെ തെക്ക് കിഴക്കത്ത് ഭാഗത്ത് തന്നെ നടണം കേട്ടോ. ഭഗവാന്റെ അംശമാണ് നെല്ലി. അത് ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നുണ്ടായതാണ് അത്രയും നെല്ലി. അപ്പോൾ ആ നെല്ലിമരം നമ്മളെ വീട്ടിൽ വളരും തോറും നമ്മൾക്ക് പുരോഗതി തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ വീട്ടിലും നെല്ലിമരം വളരുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ പറമ്പിലും നെല്ലിമരം വളരുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ചിലവരുണ്ട് കേട്ടോ, നെല്ലിമരം വെട്ടണു, അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞ് മുറ്റത്ത് നിറയെ അടിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. ഒരിക്കലും നെല്ലിമരം വെട്ടരുത് കേട്ടോ, മഹാദോഷമാണ്. നെല്ലി വളരും തോറും ആ വീട് വളർന്ന് വരുന്ന പറയുന്ന സന്താനങ്ങൾക്കൊക്കെ ഒരുപാട് പുരോഗതി കാണാം. അപ്പോൾ ഒന്നാമത്തെ ചെടി നെല്ലിയാണ്. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു നെല്ലിമരം നട്ട് വളർത്തണം കേട്ടോ. അപ്പം ഞാൻ ആ പറഞ്ഞ സ്ഥാനം മാറാതെ തന്നെ നടാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കർപ്പൂര തുളസി വെച്ച് നട്ട് വയ്ക്കുക. എങ്കിൽ നമ്മളുടെ വീട്ടിൽ പുരോഗതിയാണ്. കാരണം കർപ്പൂര തുളസി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയും തന്നെയാണ് കേട്ടോ. അത് നമ്മളെ കിണറിൻ്റെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ സാധാ തുളസിയല്ല, കർപ്പൂര തുളസി. നിങ്ങൾക്ക് അറിയണ്ടാവും, അതിൻ്റെ ഇല എടുത്തുകൊണ്ട് മണത്ത് കഴിഞ്ഞാൽ വളരെ സുഗന്ധമാണ്. അപ്പോൾ ആ കർപ്പൂര തുളസി നമ്മളെ വീട്ടിൽ പടർന്ന് പന്തലിച്ച് വരിക. നമ്മൾ ചെറിയൊരു തെയ്യപ്പം നടുക, പടർന്ന് പന്തലിച്ചോട്ടെ കിണറിൻ്റെ ചുറ്റുമാകുമ്പോൾ. അതിന് ദിവസവും നിങ്ങൾ വെള്ളം നനയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഒരു നേരമെങ്കിലും നിങ്ങൾ വെള്ളം നനയ്ക്കണം. അപ്പോൾ ആ തുളസി, കർപ്പൂര തുളസി ഇങ്ങനെ വളർന്ന് വരും തോറും നിങ്ങളുടെ വീട്ടിലെ എല്ലാ കഷ്ടതകളും മാറും. അപ്പോൾ ഈ മാസം പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു ചെടിയെങ്കിലും ഒന്നെങ്കിലും നട്ട് പരിപാലിക്കണം കേട്ടോ. പിന്നെ അത് പടർന്ന് പന്തലിച്ചോളും. അത് പടർന്ന് പന്തലിക്കേണ്ടത് വീടിന് ശുഭമാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മളെ ശുഭകാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വെറ്റില വെച്ച് പറയുക, വെറ്റിലയും മടക്കിയും ദക്ഷിണ കൊടുക്കുക. മഹാലക്ഷ്മി സങ്കല്പമാണ് മക്കളെ വെറ്റില എന്ന് പറഞ്ഞാൽ. ആ വെറ്റില നമ്മൾ നടുകയാണെങ്കിൽ കവുങ്ങുണ്ടല്ലോ നമ്മളെ വീട്ടിൽ, കവുങ്ങിൻ്റെ ചുറ്റും ആ കവുങ്ങിൻ്റെ ഒരു കവുങ്ങെങ്കിലും അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അടയ്ക്ക തൊട്ട് നിൽക്കണ ഭാഗത്ത് തന്നെ നിങ്ങൾ വെറ്റില വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കവുങ്ങ് എവിടെ ഉണ്ടോ അവിടെ ഒരു വെറ്റില ചെടി നടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വെറ്റില വളരും തോറും നമ്മളുടെ വീട്ടിൽ പുരോഗതിയാണ്. വെറ്റില എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. അപ്പോൾ ഒരു വെറ്റില കൊടിയെങ്കിലും നിങ്ങൾ ആ കവുങ്ങുമ്പിലേക്ക് കയറ്റിയാലും വേണ്ടില്ല, കവുങ്ങിൻ്റെ ഇത്തിരി അടുത്ത് നട്ടാലും വേണ്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അടയ്ക്കയുടെ അടുത്ത് വെറ്റില, അതാണ് അതിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അത് നടേണ്ട സ്ഥലം ഞാൻ പറയാൻ മറന്നുപോയി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ. അത് നമ്മളെ വടക്ക് ഭാഗത്ത് തന്നെ നടണം, മനസ്സിലായല്ലോ. വേറെ ദിശകളിലൊന്നും കൊണ്ടുപോയി നടരുത്. ദിശ മാറിയാൽ നമ്മളുടെ എല്ലാതും തെറ്റിപ്പോകും കേട്ടോ, അവതാളത്തിലാവും. അപ്പോൾ നിങ്ങൾ വടക്ക് ഭാഗത്ത് തന്നെ നടാൻ ശ്രദ്ധിക്കുക. വെറ്റിലക്കൊടി നിങ്ങൾ നട്ട് പരിപാലിക്കണം ഈ മാസത്തിൽ തന്നെ, അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വെറ്റിലക്കൊടി വളരും തോറും നമ്മളുടെ വീട്ടിലെ പുരോഗതി നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, മനസ്സിലായല്ലോ. പിന്നെ നമ്മളെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നടേണ്ട ഒരു ചെടിയുണ്ട്. അതെന്താണെന്നറിയോ? കരിമഞ്ഞൾ. അത് സാധാരണ മഞ്ഞളല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ വീട്ടിലേക്കുള്ള കണ്ണേറ്, ദൃഷ്ടിദോഷം, പാപദോഷം ഇതെല്ലാം തൂത്തെറിയും ആ ഒരു ചെടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന വീടുകളിലെല്ലാം ആ നെഗറ്റീവ് എനർജി പാടെ പോയിക്കോളൂ കേട്ടോ. ഒരു കരിമഞ്ഞൾ ചെടി നിങ്ങൾ നട്ട് വളർത്തണം. ഞാൻ ഈ പറഞ്ഞ ദിശയിൽ നിന്ന് മാറരുത്. ദിശ മാറിയാൽ അതിൻ്റെ ദോഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം പോകും. അപ്പോൾ നമ്മളെ വീട്ടിൽ കണ്ണേറോ ദൃഷ്ടിദോഷമോ കുട്ടികളെ കൊണ്ടല്ലോ പഠിച്ചിട്ടും ജോലി കിട്ടാതെയൊക്കെ നിങ്ങൾ വലയുന്നുണ്ടല്ലോ, ഒരു കരിമഞ്ഞൾ നിങ്ങൾ നട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഗുണം എന്താണെന്ന്. അത് ഈ മാസത്തിൽ തന്നെ നിങ്ങൾ നടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചടി പുരോഗതി വരണ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കിഴക്ക കന്നിമൂലയ്ക്ക് വെക്കണ ഒരു ചെടിയുണ്ട്. അത് ആ കന്നിമൂല മാറ്റി വെക്കരുത് കേട്ടോ, കന്നിമൂലക്കിൽ തന്നെ നിൽക്കണം. അത് ഏതാ ചെടി എന്നറിയോ നിങ്ങൾക്ക്? മഞ്ഞ അരളി. അത് നാരായണ പൂജയ്ക്ക് എടുക്കണ പൂവാണ് കേട്ടോ ഈ മഞ്ഞ അരളി. അപ്പോൾ ഈ മാസത്തിൽ ഭഗവാൻ നാരായണനും മഹാലക്ഷ്മിയും നമ്മളെ ഭൂമിയിലേക്ക് വരുന്ന സമയത്താണ്. ആ സമയത്ത് നിങ്ങൾ ആ കന്നിമൂലക്കിൽ ഒരു മഞ്ഞരളി വെച്ച് നട്ടുപിടിപ്പിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മളെ വീട്ടിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവില്ല. അവിടെ നമ്മളെ ഭഗവാനും ദേവിയും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. കാരണം എവിടെ നമ്മളെ നിൽക്കണമെന്ന് നോക്കണം, കന്നിമൂലയ്ക്കാണ്. അതോടുകൂടി നമ്മൾ പുരോഗതി ആ അരളി വളരും തോറും നമ്മളെ വീട് വെച്ചടി കയറ്റാവും. മക്കൾക്കും സന്താന ലബ്ധിക്കും എല്ലാം അതിനും നല്ലതാണ്ടോ. നമ്മളെ വീട്ടിലെ കലഹമുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കലഹം, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ലായൊക്കെ, അങ്ങനെയുള്ള വീട്ടിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മഞ്ഞരളി വെച്ചോളുണ്ടോ. കാരണം ലക്ഷ്മി ദേവിയും പിന്നെ നാരായണനും വൈകുണ്ഠനാഥനും ഭൂമിയിൽ വന്ന് സന്തോഷത്തോടു കൂടി അവർ നടക്കണ സമയമാണ്. അതേ അനുഭവം നമ്മളെ വീട്ടിലേക്കും വരും, മനസ്സിലായോ. നമ്മൾ ഈ തമ്മ തെറ്റിയിട്ടും ലോകിയല്ലായി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടക്കണവരൊക്കെ ഒരു മഞ്ഞരളി വെച്ചിട്ട് കന്നിമൂലക്കിൽ വെച്ച് നോക്കും. അപ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുടുംബ കലഹേ ഉണ്ടാവില്ല. അതിനുള്ള ഒന്നാന്തരം മരുന്നാണ് കേട്ടോ മഞ്ഞരളി. പിന്നെ നമ്മളെ കിഴക്ക് അതിരിൽ വെക്കേണ്ട ഒരു ചെടിയുണ്ട്. സാക്ഷാൽ മഹാലക്ഷ്മി സങ്കല്പമായൊരു ചെടി. അതെന്താ നിങ്ങൾക്കറിയോ? മൈലാഞ്ചി. പണ്ട് നമ്മളെ വീടുകളിലൊക്കെ മൈലാഞ്ചി മരം ഉണ്ടാവും അല്ലേ. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിർത്തിയിലേ നടുള്ളൂ, ഇങ്ങോട്ട് തൊടിയിലേക്ക് നടില്ല കേട്ടോ, ഒരു അതിർത്തിയിൽ കൊണ്ടേ നടണം. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഉള്ള അതിർത്തികളിൽ നിങ്ങളൊരു മൈലാഞ്ചി മരം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഈ മാസത്തിൽ തന്നെയാണ് അത് നടേണ്ടത്. മഹാലക്ഷ്മി സങ്കല്പം തന്നെയാണ്. ആ മൈലാഞ്ചി പടർന്ന് പന്തലിക്കണോട് കൂടി നമ്മളുടെ വീട്ടിൽ മഹാലക്ഷ്മി കൂടിയിരിക്കും. പിന്നെ അവിടെ ജ്യേഷ്ഠയ്ക്ക് ഒരു സ്ഥാനമില്ല കേട്ടോ. പിന്നെ നമ്മളെ വീട് പുരോഗതിയിലേക്ക് പോണത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെക്കുന്നത് ഒട്ടും ഇല്ലാത്ത കാര്യമല്ല കേട്ടോ, വെറുതെ ഇരുന്ന് പറയല്ല. നിങ്ങളൊക്കെ ഒന്ന് നട്ടു നോക്കണം. ഇനി അടുത്ത ചെടി എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ എനിക്ക് പറയാനുള്ളത് മന്ദാരത്തിനെ കുറിച്ചാണ്. നമ്മൾ മന്ദാരം നടുമ്പോൾ വാതിലിന് നേരെ നടരുത് കേട്ടോ. അത് എവിടേക്ക് നോക്കിയിട്ടാണ് നമ്മളെ വാതിൽ. ചിലവർക്ക് വടക്കാവും, ചിലവർക്ക് കിഴക്കാവും, ചിലവർക്ക് പടിഞ്ഞാറാവും. അതൊക്കെ നമ്മളെ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ കുറ്റിയടിച്ച് ആശാരിയെ കൊണ്ട് കുറ്റിയടിച്ച് വെക്കണതാണ്. അതിനൊന്നും ഒരു ദോഷമില്ല കേട്ടോ, അതൊന്നും ആരും പേടിക്കേണ്ട. പക്ഷെ മന്ദാരം നടുമ്പം വാതിൽ തുറക്കണോടത്ത് വേണ്ട, രണ്ട് ഭാഗത്തായിട്ട് നടാം നമുക്ക്, മനസ്സിലായില്ലേ. ഒന്ന് ആ പുറത്തും ഈ പുറത്തൊക്കെ നടാം. കിഴക്ക് ഭാഗത്തായാലും വടക്ക് ഭാഗത്തായാലും മന്ദാരം നടന്നുകൊണ്ട് ഒരു ദോഷമില്ല കേട്ടോ. അപ്പോൾ ഈ വൈകുണ്ഠനാഥൻ നമ്മളെ ഭൂമിയിലേക്ക് വരുന്ന ഈ മാസത്തിൽ നമ്മൾ മന്ദാരം നട്ട് വളർത്താൻ മറക്കരുത്. ഒരു ചെടിയെങ്കിലും നിങ്ങൾ നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തണം. അടുത്ത ഈ മാസം വരുമ്പോഴേക്കും, അടുത്ത വർഷം നിങ്ങൾക്ക് പുരോഗതി അനുഭവിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോണ കാര്യം, പിന്നെ നമ്മളെ ഈ പുണ്യം നിറഞ്ഞ വൈശാഖ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തുളസി നമ്മൾ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ കിണറിൻ്റെ ചുറ്റുമായാലും വേണ്ടില്ല, വടക്ക് കിഴക്ക് ഭാഗത്തായാലും വേണ്ടില്ല, തുളസി ഒന്നല്ല മക്കളെ, തുളസി പ്ലാന്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. തുളസി നമ്മളെ വീട്ടിൽ കൂടും തോറും മഹാലക്ഷ്മി അവിടെ കൂടിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അകാരണമായിട്ട് നമ്മൾ കാണാതെ തുളസി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നിറയെ തുളസി എവിടുന്നോ വിത്ത് കാക്കി എന്ത് കൊടുന്നിട്ടാലും നമ്മളെ വീട്ടിൽ തുളസി വരുന്നു. അപ്പോൾ ഒരു ശുഭ സൂചനയാണ്. തുളസി ഉണങ്ങാൻ തുടങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്തോ ഒരു ദോഷം ആ വീടിന് വരുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആ തുളസി മാറ്റി പുതിയതൊരെണ്ണം
അവിടെ നടുക. മനസ്സിലായല്ലോ? പുതിയതൊരെണ്ണം അവിടെ നടുക. പേടിക്കൊന്നും വേണ്ട. തുളസി പറിച്ച് ഒഴിവാക്കുക. ഉണങ്ങാൻ തുടങ്ങിയ പെട്ടെന്ന് തന്നെ പുതുതൊന്ന് നട്ട് പരിപാലിക്കണം. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ഈ ഒരു 8-9 ചെടികളെ പറ്റി ഞാൻ പറഞ്ഞു. ഇത് എല്ലാതും കൂടി എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നതല്ല പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾ നട്ട് പരിപാലിക്കാൻ നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എൻ്റെ വീട്ടിൽ ഇന്ന ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നേടിയവർ തന്നെയാണ്. മനസ്സിലായില്ല? ചെടി നട്ട് പരിപാലിക്കണവരൊക്കെ. മനസ്സിലായില്ല? ചില ചെടികളൊക്കെ നട്ട് പരിപാലിക്കുക പറഞ്ഞാൽ മഹാപുണ്യമാണ് മക്കളെ. എല്ലാവർക്കും സാധിക്കാത്ത കാര്യമാണ്. ചിലവർക്ക് സൗകര്യം ഉണ്ടാവില്ല, ചിലവർക്ക് സമയം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാ കുട്ടികളും എന്താ രാജ്യത്ത് വൈശാഖ മാസത്തിനെ കുറിച്ച് ഒന്നും പറയാത്ത, അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ദിവസം വന്ന് പറയാത്തതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മയുടെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.